ദൈവനാമം മഹത്വപ്പെടട്ടെ. സത്യവിശ്വാസികളുടെ സമൂഹമേ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു എന്തുകൊണ്ട് പരിച്ഛേദനയേറ്റു? ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി യഹോവയായ ദൈവം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും കൊടുത്ത അടയാളമാണ് പരിച്ഛേദന എന്ന് റോമാലേഖനം 4:11 വെളിപ്പെടുത്തുമ്പോൾ, യഹോവയുടെ തെരഞ്ഞെടുപ്പും അബ്രഹാമുമായുള്ള ഉടമ്പടിയുടെ മുദ്രയും അതിൻ്റെ നിയമവുമായിരുന്നു പരിച്ഛേദനയെന്ന് അപ്പോസ്തല പ്രവർത്തികൾ 7:8 പറയുന്നു. പുതിയ നിയമത്തിൻ്റെ അഥവാ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തു പരിച്ഛേദനയേറ്റതിനെപ്പറ്റി വിശുദ്ധ ലൂക്കോസ് 2:21 സാക്ഷീകരിക്കുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികൾ 15:1 യഹൂദയിൽ നിന്നും ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പരീശപക്ഷത്തിൽ നിന്നും വിശ്വസിച്ചവർ അവരുടെ വാദത്തെ അനുകൂലിച്ചു. എന്നാൽ അബ്രഹാമ്യ സന്തതികൾക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടൊപ്പം യഹൂദനായ പ്രമാണവും പരിച്ഛേദനയും രക്ഷയ്ക്ക് നിർബന്ധമാണെന്ന് വാദിച്ച യഹൂദ മതാചാരവാദികളുടേത് തെറ്റായ ഉപദേശമാണെന്ന് ഫിലിപ്പിയ ലേഖനം 3:5 മുതൽ 8 വരെയുള്ള ഭാഗത്തുകൂടി പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയും, റോമാലേഖനം 15:7 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ കൂടി ക്രിസ്തു എന്തുകൊണ്ട് പരിച്ഛേദനയേറ്റു എന്നതിൻ്റെ കാരണം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരുന്നിട്ടും പഴയ ഉടമ്പടി പ്രകാരമുള്ള പരിച്ഛേദനയേറ്റത് പിതാവാം ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയും മോശ മുഖാന്തരം നൽകിയ ന്യായപ്രമാണവും യേശുക്രിസ്തു എന്ന ദൈവപുത്രനിൽ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു. പഴയത് കഴിഞ്ഞുപോയി. തുടർന്ന് പുത്രനാം ദൈവം തൻ്റെ കരുണയാൽ അബ്രഹാമ്യ സന്തതിക്ക് മാത്രമല്ല മാനവജാതിക്ക് മുഴുവനും രക്ഷപ്രാപ്യമാകുവാൻ ഉതകുന്ന ജാതികളും ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കേണ്ടതിനുമായി പുതിയ ഉടമ്പടിയിലേക്ക് ഏവരെയും കൊണ്ടുവന്നു. യേശു പുതിയ നിയമത്തെ സ്ഥാപിച്ചു. ഈ പുതിയ നിയമം അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന അബ്രഹാമ്യ സന്തതിയുടെ മാത്രം വിശ്വാസനീതിക്കുള്ള മുദ്രയല്ല, പിന്നെയോ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്താൽ അവൻ അയച്ചിട്ട് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മാനവജാതിയെയും തൻ്റെ ക്രൂശ് മരണത്താൽ രക്ഷിച്ച പുത്രനാം ദൈവത്തിലുള്ള വിശ്വാസനീതിക്കുള്ള മുദ്രയാണ്. പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ച പരിച്ഛേദനക്കാരായ വിശ്വാസികൾക്കും പൗലോസ് അപ്പോസ്തലൻ്റെ കത്തിനും മറുപടിയായി വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന്, ശുഭമായിരിപ്പീനെന്ന് യെരുശലേമിലെ സഭയുടെ സുന്നഹദോസ് കൂടി അവരെ അറിയിച്ചു. അതുകൊണ്ട് പുത്രനാം ദൈവം നവീകരിച്ച പുതിയ ഉടമ്പടി മാത്രമാണ് പുതിയ നിയമ ജനതയ്ക്ക് ബാധകം. സ്നാനമാണ് വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദനയ്ക്ക് പകരമായി ക്രിസ്തു പുതിയ നിയമ ജനതയ്ക്ക് നൽകിയത്. ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നത് ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കേണ്ടതിനാണ്. ജാതികളായിരുന്ന നമുക്ക് ലഭിച്ച ഈ അസുലഭ അവസരം പാപം മൂലം നഷ്ടമാക്കി കളയരുത്. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമേൻ.